ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. റവ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. റവ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു രീതിയിലാണ്. എന്നാൽ അത്ര ചേരുവകളോ അത്ര മെനക്കേടോ അല്ല കേട്ടോ, സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് പാകമാണ്. ഒരു കപ്പ് റവ വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 അച്ച് ശർക്കര കറക്റ്റ് അളവാണ് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഇപ്പോൾ അതാ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെറും 1 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 250 ml കപ്പിന് 1 കപ്പാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റവ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണേലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാ റവയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര റവ പൊടിച്ചെടുത്താലും കുറച്ച് തരിതരിപ്പോടുകൂടെ കരട്ടോ കിട്ടുക. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു പലഹാരത്തിന് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ ഒരു അളവിനാണ് കേട്ടോ എല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണെങ്കിൽ നമ്മൾ എത്രയാണോ റവ എടുത്തത് അതിൻ്റെ നേർപകുതി മൈദ എടുക്കുക. പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു അടിയിൽ പറ്റിപ്പിടിച്ചൊന്നും ഇരിക്കില്ല കേട്ടോ, അതായത് കട്ടിയായിട്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ കുറച്ചും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 1 കപ്പ് ശർക്കരപ്പാനി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയായിട്ടാണ് കേട്ടോ കിട്ടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കട്ടിയായിട്ടുള്ള മാവാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കരുതേ, അപ്പോൾ നല്ലപോലെ ലൂസായിട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നീട് റവയും മൈദയൊക്കെ ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനിയും 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ദോശമാവിൻ്റെ ആ ഒരു ലൂസിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 5 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ലൂസാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടച്ച് വെക്കാം കേട്ടോ. ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ 5 മിനിറ്റോളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ലപോലെ കുതിർന്ന് കിട്ടുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റവയൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പരുവാണ് കേട്ടോ, ഇതുപോലെ വേണം കിട്ടാൻ. അപ്പോൾ ഇനി ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കുറച്ച് ലൂസിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് തിക്കാണെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ട് ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങാക്കൊത്തും എള്ളും നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സിമ്പിളായിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി കറുത്ത എള്ള് കയ്യിലില്ലെങ്കിൽ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണിലും താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം. ഓയിലൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പുറം വശമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾവശം കുക്കായിട്ട് കിട്ടില്ല.
മാവ് ഒഴിച്ചെടുത്തിട്ട് ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും. നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരുള്ളൂ. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി വരുന്നില്ലെങ്കിൽ അപ്പോൾ മാവിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ, അതായത് മാവ് ഉണ്ടാക്കിയത് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുത്താലുള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അതായത് പെട്ടെന്ന് ഒരു പലഹാരം വേണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ റവയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റാണ്, പുറംവശം ചെറിയ രീതിയിലൊരു ക്രിസ്പിയാണ് കേട്ടോ. ഒരുപാടൊന്നും ഞാൻ ക്രിസ്പിയാക്കി എടുക്കുന്നില്ല. അപ്പോൾ അതാ ഇത്ര മതി കേട്ടോ. 2 സൈഡ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പലഹാരം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത്. ഈ ഒരു ചട്ടിനേക്കാളും കൂടുതൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഓയിൽ ഒട്ടും കുടിക്കൂല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് അതേപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ലാസ്റ്റ് വരെ നമ്മളിത് തയ്യാറാക്കുമ്പോഴും അതേ ലെവലിൽ ഓയിൽ ഉണ്ടാവും കേട്ടോ, ഒട്ടും ഓയിൽ കുടിക്കൂല. ബേക്കിംഗ് സോഡ അധികമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പലഹാരത്തിൽ നല്ലപോലെ ഓയിൽ കുടിക്കും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. റവയും മൈദയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതിൻ്റെ ഒരു സൈഡ് വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റാണ്. ഉൾവശമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ആരെടുത്തിട്ടുള്ള ഒരു പലഹാരം എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ ഇത്. ഏകദേശം ഇത് നെയ്യപ്പത്തിൻ്റെ ഒക്കെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ അരിയൊന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അങ്ങനെയാണല്ലോ നെയ്യപ്പൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു തവണ തയ്യാറാക്കി നോക്കിയാലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഒട്ടും ചീത്തയായി പോകുന്നില്ല. നമ്മളിതിൽ പഴം അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചാൽ 2-3 ദിവസമൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.